ഹാക്കർ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത്? എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ ബിസിനസിന്റെ പ്രൂഫ് നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ ഫുഡ് ഐറ്റത്തിന്റെ ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ഇനി മറ്റേതെങ്കിലും പ്രോഡക്ട്സ് ആണ്, ഇപ്പൊ ഡ്രസ്സ്, ജ്വല്ലറി ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ MSME സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ ബിസിനസിന്റെ ഡോക്യുമെന്റ് നമുക്ക് ആവശ്യമാണ്. അടുത്തത്, നമ്മൾ എവിടെയാണോ ബിസിനസ് ചെയ്യുന്നത്, ഇപ്പൊ വീടാകാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബിൽഡിംഗ് ആകാം, അപ്പോൾ ആ ഒരു ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ വീടിന്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ ടാക്സ് അടച്ച പേപ്പർ ആവശ്യമാണ്. വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ വീടിന്റെ കരമടച്ച പേപ്പർ ആവശ്യമാണ്. അപ്പോൾ അത് ഏറ്റവും പുതിയ വർഷത്തെയാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. നമ്മളുടെ പേരിലല്ല വീട് അല്ലെങ്കിൽ ബിൽഡിംഗ് എങ്കിൽ ആരാണോ ബിൽഡിങ്ങിന്റെ ഓണർ ആളുടെ കയ്യിൽ നിന്ന് റെന്റൽ എഗ്രിമെന്റ് അതല്ലെങ്കിൽ നമുക്ക് NOC സമ്മതപത്രം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വഴിയാണ് നിങ്ങൾ ലൈസൻസ് എടുക്കുന്നതെങ്കിൽ സമ്മതപത്രം നമ്മൾ തന്നെ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഹാക്കർ ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അത് നമുക്ക് എന്ത് ബിസിനസ് ആണോ ബിസിനസിന്റെ ഡോക്യുമെന്റ്, റെന്റൽ എഗ്രിമെന്റ് അതല്ലെങ്കിൽ NOC, ബിൽഡിങ്ങിന്റെ ടാക്സ് അടച്ച പേപ്പർ, നമ്മളുടെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്.